നിങ്ങൾക്കറിയാമോ, നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് 90 സെക്കൻഡ് മാത്രമാണ് ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണ് അതിനെ മണിക്കൂറുകളോളം ജീവിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വളരെ അശ്രദ്ധമായിട്ട് ഓവർടേക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ ബോഡി തനിയെ റിയാക്ട് ചെയ്യും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ മസിൽസ് ടെൻസ്ഡ് ആകും, ആൻഡ് നമ്മൾ പല ഇമോഷൻസിലൂടെയും കടന്നു പോകാം. അത് ചിലപ്പോൾ ഷോക്ക് ആകാം, ഫിയർ ആകാം, ആങ്കറും ആകാം. ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഇമോഷൻ 90 സെക്കൻഡ് മാത്രമാണ് ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈം കഴിഞ്ഞിട്ടും നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കാൻ തുടങ്ങും. ലൈക്ക്, ആൾക്കാർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ല, അയാളിപ്പോൾ എന്നെ ഇടിച്ചാന്, ജസ്റ്റ് മിസ്സിനാണ് ഒരു അപകടം ഒഴിവായത്, ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരും. അതായത് ആളുകൾ സഫർ ചെയ്യുന്നത് ഈ ആദ്യം ഉണ്ടാകുന്ന ഇമോഷൻസ് കൊണ്ടല്ല, റുമിനേഷൻ കൊണ്ടാണ്. എന്ന് വെച്ചാൽ നടന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു വേസ്റ്റ് ഔട്ട്കം നമ്മൾ ഇമാജിനും ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരാൾ കളിയാക്കുമ്പോഴും അല്ലെങ്കിൽ റൂഡായിട്ടുള്ള ടെക്സ്റ്റ് കിട്ടുമ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ ഒരു ഇമോഷൻ ലാസ്റ്റ് ചെയ്തു പോകുന്നത്. സോ നെക്സ്റ്റ് ടൈം ഇതേപോലെ ഇന്റൻസ് ഇമോഷൻസ് വരുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, ഈ ഒരു ഇമോഷനെ സ്റ്റോമായിട്ട് കാണുക. അത് വരും, പീക്ക് ലെവലിൽ എത്തും, ആൻഡ് നമ്മൾ അതിൽ പെട്ടില്ലെങ്കിൽ അത് തനിയെ ഫേഡായി പോകും.